ചിങ്ങമാസത്തിലെ ആദ്യ ഞായറാഴ്ചയായ ആഗസ്റ്റ് 23-ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ 429ഉം ആഗസ്റ്റ് 30-ന് 342ഉം സെപ്റ്റംബർ 13-ന് 328ഉം വിവാഹങ്ങൾ ഷീട്ടാക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ ദർശനവും വിവാഹ ചടങ്ങും സുഗമമായി നടത്താൻ ഭക്തരുടെ സഹായവും സഹകരണവും ഉണ്ടാകണമെന്ന് ദേവസ്വം ചെയർമാൻ എ.വി. ഗോപിനാഥ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ ദിവസങ്ങളിൽ പുലർച്ചെ 4 മണി മുതൽ കല്യാണങ്ങൾ നടത്തുകയും താലികെട്ടിനായി 6 മണ്ഡപങ്ങൾ സജ്ജമാക്കുകയും ചെയ്യും. ഭക്തർക്ക് തടസ്സമില്ലാതെ ക്ഷേത്ര ദർശനത്തിനും വിവാഹ ചടങ്ങുകൾ നടത്തുന്നതിനും പോലീസ് സഹകരണത്തോടെ ദേവസ്വം ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും ചെയർമാൻ അറിയിച്ചു. ക്ഷേത്രത്തിനകത്തും പുറത്തും ക്ഷേത്ര നഗരിയിലും കൂടുതൽ പോലീസിനെ സുരക്ഷയ്ക്കായി വിട്ടുനൽകണമെന്ന് ജില്ലാ പോലീസ് മേധാവിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. കൂടാതെ ക്ഷേത്രം കിഴക്കേ നട പൂർണ്ണമായും വൺ വേ ആക്കുമെന്നും ഒരു ദിശയിലേക്ക് മാത്രം ഭക്തരെ കടത്തിവിട്ട് തിരക്ക് നിയന്ത്രിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വരനും വധുവും അടങ്ങുന്ന വിവാഹ സംഘം നേരത്തെ എത്തി മേൽപുത്തൂർ ഓഡിറ്റോറിയത്തിന് തെക്ക് ഭാഗത്തെ പുതിയ നടപ്പന്തലിലെ കൗണ്ടറിലെത്തിയാണ് ടോക്കൺ വാങ്ങേണ്ടത്. ഇവർക്ക് ആ പന്തലിൽ തന്നെ വിശ്രമിക്കാം. താലികെട്ട് സമയമാകുമ്പോൾ ഇവരെ മേൽപുത്തൂർ ഓഡിറ്റോറിയത്തിൽ പ്രവേശിപ്പിക്കുകയും തുടർന്ന് കിഴക്കേ നടയിലെ മണ്ഡപത്തിലെത്തി ഊഴമെത്തുമ്പോൾ വിവാഹ ചടങ്ങ് നടത്തുകയും ചെയ്യും. കല്യാണം കഴിഞ്ഞാൽ വിവാഹ സംഘം ക്ഷേത്രം തെക്കേ നട വഴി മടങ്ങിപ്പോകേണ്ടതാണ്. കിഴക്കേ നട വഴി മടങ്ങാൻ അനുവാദമില്ല. വധൂവരന്മാർക്കൊപ്പം ഫോട്ടോഗ്രാഫർമാർ ഉൾപ്പെടെ 24 പേർക്ക് മണ്ഡപത്തിന് സമീപം പ്രവേശനം അനുവദിക്കൂ എന്നും അറിയിച്ചു. ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, സി മനോജ്, ഷിനിജ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു.